കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കൂടാതെ 20 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തി. ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും പ്രതിക്ക് അത് നൽകാൻ കഴിയാത്ത പക്ഷം സർക്കാർ സഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷത്തെ അധിക തടവും അനുഭവിക്കേണ്ടി വരും. ഏറെ ചർച്ചയായ ഈ കേസിൽ പ്രതിയുടെ കുറ്റത്തിന്റെ ഗൗരവവും സമൂഹത്തിനുണ്ടാകുന്ന ഭീഷണിയും കണക്കിലെടുത്താണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത്. 2025 ജനുവരി 27-നാണ് സംസ്ഥാനത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ പോത്തുണ്ടി നഗർ സ്വദേശിയായ സുധാകരനെയും അദ്ദേഹത്തിന്റെ മാതാവ് ലക്ഷ്മിയെയും അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രതി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ജനുവരി 28-ന് രാത്രി 11 മണിയോടെ പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വിശദമായ അന്വേഷണവും ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ച ശേഷമാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. വിചാരണയ്ക്കിടെ നിരവധി നിർണായക വിവരങ്ങളാണ് കോടതിയുടെ മുന്നിലെത്തിയത്. കൊലപാതകം പ്രതി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും വ്യക്തമാക്കുന്നതായി കോടതി വിലയിരുത്തി. കൊലപാതകത്തിന് ശേഷവും തന്റെ പ്രവൃത്തി പ്രതി ന്യായീകരിക്കാൻ ശ്രമിച്ചുവെന്നും ചെയ്ത കുറ്റത്തിന് യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഞാൻ ഗാന്ധിയല്ല, ഞാൻ ആരുടെയും അടുത്തേക്ക് പ്രശ്നമുണ്ടാക്കാൻ പോകില്ല, പക്ഷെ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ വെറുതെ വിടില്ല എന്ന പ്രതിയുടെ കോടതിയിലെ പരാമർശവും കോടതി പ്രത്യേകം രേഖപ്പെടുത്തി. പ്രതി മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളി. സൈക്കോളജിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചെന്താമരയ്ക്ക് മാനസിക രോഗമില്ലെന്നും തന്റെ പ്രവൃത്തിയുടെ സ്വഭാവവും അതിന്റെ പ്രത്യാഘാതവും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്നും കോടതി വ്യക്തമാക്കി. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിഷം ആത്മഹത്യയ്ക്കായി സൂക്ഷിച്ചതാണെന്ന വാദവും തെളിവുകളുടെ അഭാവത്തിൽ കോടതി അംഗീകരിച്ചില്ല. ശിക്ഷാവിധിക്ക് മുമ്പ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും വിശദമായ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പ്രതി സമൂഹത്തിന് ഗുരുതര ഭീഷണിയാണെന്നും ജാമ്യത്തിലിരിക്കെയാണ് ഈ ഇരട്ടക്കൊല നടത്തിയതെന്നതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതേസമയം കേസിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ലെന്നും സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസായതിനാൽ വധശിക്ഷ നൽകാൻ പാടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ജില്ലാ പ്രൊഫഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പ്രതി വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തിയാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും സമൂഹത്തിന്റെ സുരക്ഷ മുൻനിർത്തി കർശനമായ ശിക്ഷ അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോടും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മക്കളോടും പ്രതിക്ക് യാതൊരു സഹാനുഭൂതിയും ഇല്ലായിരുന്നുവെന്നും കുറ്റകൃത്യത്തിൽ പശ്ചാത്താപമില്ലാത്തതിനാൽ മനസ്സ് മാറാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കോടതി വിലയിരുത്തി. കൊലപാതകത്തിൽ സുധാകരന്റെ അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ടതോടെ കുടുംബത്തിന്റെ അവസാന താങ്ങും നഷ്ടപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മക്കളുടെ ജീവിതം പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ഈ കേസിന്റെ സാമൂഹിക ആഘാതം വളരെ വലുതാണെന്നും കോടതി നിരീക്ഷിച്ചു. ചെന്താമര ജയിലിൽ ജോലി ചെയ്ത് സുധാകരന്റെ മക്കൾക്ക് പണം നൽകാമെന്ന പരാമർശം മാത്രമാണ് പ്രതിയിൽ നിന്ന് ആത്മാർത്ഥമായി തോന്നിയ ഏക കാര്യമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും അതുമാത്രം ശിക്ഷയിൽ ഇളവ് നൽകാൻ മതിയായ കാരണമല്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതെല്ലാം പരിഗണിച്ചാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. കൂടാതെ 20 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. പ്രതിക്കത് നൽകാൻ കഴിയാത്ത പക്ഷം സർക്കാർ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 വർഷത്തെ അധിക തടവും അനുഭവിക്കേണ്ടി വരും. കേരളത്തിൽ വലിയ ചർച്ചയായ നെന്മാറ ഇരട്ടക്കൊല കേസിൽ വന്ന ഈ വിധി ക്രൂരമായ കൊലപാതകങ്ങളിൽ കോടതികൾ സ്വീകരിക്കുന്ന കർശന നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമായാണ് നിയമവിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്.